ഹരി ഓം. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ ദശമോധ്യായ 10ാമത്തെ അധ്യായമാണ് ഇനി നമുക്ക് പറയേണ്ടത്, പഠിക്കേണ്ടത്. അത് 10ാം അധ്യായത്തിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, വൃത്രാസുരനോട് എങ്ങനെ യുദ്ധം ചെയ്യണം, ഏത് രീതിയിൽ യുദ്ധം ചെയ്യണം, ഞാനതിന് ചെയ്യാൻ നീ അർഹനല്ല, ഞാനല്ല അത് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ പറയുന്നു ഇന്ദ്രനോട്. നീ തന്നെ ചെയ്യൂ. അതായത് ദധീചി മഹർഷിയുടെ അസ്ഥി എടുത്തിട്ട് അത് ഈ മന്ത്രം ജപിച്ച്, നാരായണ കവച മന്ത്രം ജപിച്ച് അതിനെ ശക്തി വരുത്തി ആ അസ്ഥി കൊണ്ടുണ്ടാക്കുന്ന ഒരു ആയുധം കൊണ്ട് നിനക്ക് വൃത്രാസുരനെ നിഷ്പ്രയാസം വധിക്കാൻ സാധിക്കും, അദ്ദേഹത്തെ ജയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ അതിനകത്തുനിന്ന് തന്ത്രപൂർവം മാറിക്കളഞ്ഞു. ഭഗവാന്റെ ഒരു ഭക്തനാണ്. അത് പിന്നീടൊരു കഥയ്ക്കകത്ത് പറയും. വൃത്രാസുരൻ്റെ കഥ ഉണ്ട്, എങ്ങനെയാണ് വൃത്രാസുരൻ ജനിക്കുന്നത്, അതെന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് അടുത്ത കാര്യം, അടുത്തതിലോട്ട് പോവുക. ഇന്ദ്രൻ വൃത്രാസുരനുമായിട്ടുള്ള കാര്യങ്ങളും ഭഗവാൻ പറഞ്ഞതും ശുകൻ ബ്രഹ്മർഷി പറയുന്നതാണ് തുടക്കം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ഷഷ്ഠസ്കന്ധേ ദശമോധ്യായ. ശ്രീശുക ഉവാച. ഇന്ദ്രമേവം സമാദിശ്യ ഭഗവാൻ വിശ്വഭാവനഃ പശ്യതാം അനിമേഷാണാം തത്രൈവാന്തർദധേ ഹരിഃ. പശ്യതാം അനിമേഷാണാം. ലോകത്തെ എല്ലാം അഭിവൃദ്ധിപ്പെടുത്തുന്ന, വിശ്വഭാവനയുള്ള, ലോകത്തെ മൊത്തം ഒന്നായി കാണുന്ന ഭഗവാൻ ഹരി, ഭഗവാൻ മഹാവിഷ്ണു ഇന്ദ്രം ഏവം സമാദിശ്യ, ഇന്ദ്രനോട് ഈ തരത്തിൽ പറഞ്ഞിട്ട് ഓർഡർ ഇട്ട് ആജ്ഞാപിച്ചിട്ട്, എങ്ങനെ അനിമേഷാണാം ദേവന്മാർ, അനിമേഷാണാം ദേവന്മാർ, അനിമേഷികൾ ദേവൻ. പശ്യതാം അവർ നോക്കിയിരിക്കെ, കാണുക, പശ്യതാം നോക്കിയിരിക്കെ, അവരുടെ കൺമുൻപിൽ വെച്ച് തന്നെ തത്ര ഏവ അന്തർധാനം ചെയ്തു ഭഗവാൻ. ഇത്രയൊക്കെ പറഞ്ഞ് വൃത്രനോട് യുദ്ധം ചെയ്യാൻ സേനാസമന്വിതനായ ഇന്ദ്രൻ യുദ്ധം ചെയ്തത് വിവരിക്കുന്നതിന് ലോകാനുഗ്രഹ തൽപരനായ ഭഗവാൻ ഹരി ഇന്ദ്രനോട് ഈ പ്രകാരം പറഞ്ഞിട്ട് ദേവന്മാരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ തന്നെ അന്തർധാനം ചെയ്തു. തഥാപി യാജിതോ ദേവൈർ, അവിടെ നിർത്തണം. ഋഷിരാധർവണോ മഹാൻ മോദമാന ഉവാചേതം പ്രഹസന്നിവ ഭാരത. തഥാഭിയാചിതോ ദേവൈർ, അവിടെ നിർത്തുക. ഋഷിരാധർവണോ മഹാൻ മോദമാന ഉവാചേതം പ്രഹസന്നിവ ഭാരത. ദേവൈഹി, ദേവന്മാരാൽ, ദേവൈഹി ഉണ്ടോ, ദേവൈർ ഋഷി ആധർവാണോ അഥർവാണോ, ദേവൈർ ഋഷിരാധർവാണോ എന്നാണ് ആ രായ്ക്ക് നീട്ട് കൊടുക്കുന്നത്. ഋഷിഹി അഥർവം. അപ്പോൾ ഒന്നിച്ച് വന്നപ്പോൾ ഋഷിരാധർവാണോ എന്നായതാണ്. അഥർവ വേദം, ആ അഥർവവേദം നന്നായിട്ട് മനസ്സിലാക്കിയവൻ എന്ന മോദമാന ഉവാചേതം, സന്തോഷത്തോടു കൂടിയവനായിട്ട് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ദേവന്മാരാൽ യാചിക്കപ്പെട്ട, അപ്രകാരം യാചിക്കപ്പെട്ട അഥർവവേദജ്ഞനും മഹാനും ആയിട്ടുള്ള, മഹാത്മ്യം ഉള്ളവനുമായ ആ മുനി സന്തോഷവാനായിട്ട് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ദധീചി മഹർഷിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അഭിവൃന്ദാരകായൂയം ന ജാനീധ ശരീരിണാം സംസ്ഥായാം യസ്ത്വഭിദ്രോഹോ ദുസ്സഹശ്ചേതനാപഹ. ദുസ്സഹ കഴിഞ്ഞ് 2 കുത്തുണ്ട്, പിന്നെ ചേതനാപഹ ആണ് വേണ്ടത്. അഭിവൃന്ദാരകായൂയം ന ജാനീധ ശരീരിണാം സംസ്ഥായാം യസ്തു അഭിദ്രോഹോ യഹ തു അഭിദ്രോഹോ എന്നാണ്. ദുസ്സഹ ചേതനാപഹ. വൃന്ദാരകാലെ ദേവന്മാരെ, ശരീരിണം എന്ന് വെച്ചാൽ ശരീരമുള്ളവരൊക്കെ, ശരീരം എടുത്തിരിക്കുന്നവരൊക്കെ, സംസ്ഥായാം അതായത് മരണത്തിൽ അഭിദ്രോഹം യാതൊരു ഉപദ്രവം ഉണ്ടാകുന്നുവോ, സഹിക്കാൻ കഴിയാത്ത, കാരണം ശരീരം വിട്ടു പോവുക എന്നുള്ളത് സഹിക്കാൻ കഴിയാത്ത ആയ ചേതനാവഹ, നമുക്ക് ചേതന
മോഹാത്സ്യം ഉണ്ടാകുന്നുവോ, നമുക്ക് നമ്മൾ ബോധം കെട്ടുപോകുന്നുവോ, അതിനെ യൂയം നിങ്ങൾ ന ജാനീത അറിയുന്നില്ലയോ. സാധാരണ പ്രാണികൾക്ക് മരണാവസ്ഥയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുസ്സഹമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നമ്മൾ മോഹാത്സ്യപ്പെടുക എന്ന് വെച്ചാൽ മരണത്തിലേക്ക് പോകുന്നവർക്ക് ശരിക്കുമുള്ള ബോധമില്ല, ബോധഹീനരായി പോകുന്ന അവസ്ഥകളും ദുഃഖങ്ങളും ഏത് വിധത്തിലായിരിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ദേവന്മാർക്ക് മരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരറിയുന്നില്ല അന്ന് ഞാൻ കരുതട്ടെ. സത്യത്തിൽ അത് ചോദിച്ചൊരു ശരിക്കും പറഞ്ഞാൽ ഒരു മോശമായ കാര്യമല്ലേ. ദധീചി മഹർഷിയുടെ അടുത്ത് ഒരു നാണവുമില്ലാതെ നമുക്ക് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തൻ്റെ എല്ലാ ഐശ്വര്യങ്ങളോടും വളരെ സമൃദ്ധമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഒരാളിനോട് പോയി ചോദിക്കുക, നിങ്ങളുടെ ശരീരത്തിലെ എല്ല് എനിക്ക് തരണമെന്ന്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ, അസ്ഥി എനിക്ക് വേണം. അസ്ഥി എന്ന് പറയുമ്പോൾ അദ്ദേഹം മരിക്കാതെ അസ്ഥി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങ് മരിച്ച് കളയുക, എന്നിട്ട് അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുക. ദധീചിയോട് പറയുന്ന, മഹർഷിയോട് പറയുന്ന, തൻ്റെ ശരീരം നിങ്ങളുടെ ശരീരം ഉപേക്ഷിച്ചിട്ട് എനിക്ക് അസ്ഥി തരുമെന്ന് ഒരു നാണവുമില്ലാതെ പറയാൻ ഇന്ദ്രനൊരു മടിയുമില്ല. എന്തിന്? തൻ്റെ സ്വർഗത്തിൻ്റെ ആധിപത്യം തന്നിൽ വീണ്ടും വന്നു ചേരാൻ വേണ്ടി. സ്വാർത്ഥപരമായ ആ ചോദ്യം നിങ്ങൾക്ക് നാണമില്ലേ എന്നാ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ദധീചി ചോദിച്ച ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഈ ജീവികൾക്ക് ജീവിച്ചിരിക്കുക, അതുപോലെ മരണത്തിനുണ്ടാകുന്ന ദുഃഖവും ബുദ്ധിമുട്ടും ആ പ്രയാസങ്ങളും ഒക്കെ എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്ന് ഞാൻ കരുതട്ടെ. ജിജീവിഷൂണാം ജീവാനാം അവിടെ നിർത്തുക. പിന്നെ ആത്മാപ്രേഷ്ട ഇഹേപ്സിത ക ഉത്സഹേത തം ദാതും ഭീക്ഷമാണായ വിഷ്ണവേ. ഇഹ ഈപ്സിത എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഈ ലോകത്തിൽ ഈ ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ജിജീവിഷണ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ജീവന്മാർക്ക് ഏത് ജീവനാണോ അതിന് ആത്മാ ശരീരം ഈപ്സിത അത് വളരെ സന്തോഷം തരുന്നതാണ്, അതിനോട് വളരെ സ്നേഹമുള്ളതാണ്. അത് സ്നേഹാസ്പദമാണ്, സ്നേഹത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിനോട് വളരെ ഇഷ്ടമുള്ളതാണ്, അങ്ങനെ പറയാൻ എളുപ്പമാണ്. ഈപ്സിത വളരെ സ്നേഹമുള്ളതാണ്, അതിനോട് ഇഷ്ടമുള്ളതാണ്. ജീവന്മാർക്ക് ഈ ആത്മായ ഈ ശരീരത്തിനെ ശ്രേഷ്ഠ വളരെ പ്രിയമുള്ളതുമാണ്. അത് ഭിക്ഷമാണായ യാചിക്കുന്ന വിഷ്ണുവിനായിക്കൊണ്ട് തം ദാതും അതിനെ ദാനം ചെയ്യുവാൻ കഹ ഉത്സാഹ്യത ആരുത്സാഹിക്കും, അതാരെങ്കിലും ഉത്സാഹിക്കുമോ? അതായത് ദേഹാദികളുടെ മരണാവസരത്തിലുള്ള ദുഃഖം ഞങ്ങളറിയാതെയല്ല, ഭഗവാന്റെ ആജ്ഞാനുസരണമാണ് ഞങ്ങളിത് യാചിക്കുകയാണെന്ന് അങ്ങനെ അതിന് ഉത്തരം പറയാം, കേൾക്കുവിൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. എല്ലാ ജീവികളും ഈ ലോകത്തിൽ വളരെ കാലം ജീവിച്ചിരിക്കാനായിട്ട് ആശയുള്ളവരാണ്. അതുപോലെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ട സ്ഥലങ്ങളുണ്ട് അവിടെയാണ്. അപ്പം മനുഷ്യർക്കാണെങ്കിൽ ഗൃഹം, ധനം, ഇതൊക്കെ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അത് എല്ലാം അതിനകത്ത് എല്ലാത്തിലും ഉപരിയായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം തന്നെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. ആ മരണത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാത്തിനെയും ഉപേക്ഷിക്കും. നമ്മൾ ധനം മുഴുവൻ ചിലവാക്കിയാണെങ്കിലും ചികിത്സ ചെയ്ത് രോഗം ഭേദമാക്കി വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. ഏതായാലും ഒരു രോഗം വന്ന് പിടിപെട്ടു, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നും വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഏറ്റവും പ്രിയം നമുക്ക് നമ്മുടെ ശരീരത്തോട് തന്നെയാണ്. അതിനെ കൊടുക്കാനായിട്ട് ആരാണ് ഉത്സാഹിക്കുന്നത്? മനസ്സോടുകൂടി, എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി യാതൊരുവനും എത്ര മഹാത്മ്യമുള്ളവനായാലും ഒരുവനാ ചോദിക്കുന്നതായാലും തൻ്റെ ദേഹത്തെ വിട്ടുകൊടുക്കുകയില്ല. ദേവാഊചു കിന്നു തദ്ദുസ്ത്യജം ബ്രഹ്മൻ പുംസാം ഭൂതാനുകമ്പിനാം ഭവദ്വിധാനാം മഹതാം പുണ്യശ്ലോകേഡ്യകർമ്മണാം ഒന്നും അതിനകത്ത് പിരിച്ചു പറയാനില്ല. ഭൂതാനുകമ്പിനാം ഭൂതങ്ങളിൽ വളരെ അനുകമ്പയോട് കൂടിയവരും പുണ്യശ്ലോകേഡ്യകർമ്മണ പുണ്യശ്ലോകന്മാരാൽ വളരെ അറിവുള്ളവരാൽ ജ്ഞാനികളാൽ സ്തുത്യങ്ങളായ കർമ്മങ്ങളോട് കൂടിയവരും മഹാന്മാരുടെ ഭവദ്വിധാനാം പുംസാം അങ്ങയെപ്പോലുള്ള പുരുഷന്മാർക്ക് ദുസ്ത്യജം ഉപേക്ഷിക്കാൻ കഴിയാത്തത് യാതൊന്നാണോ അതാത് കിംന്നു അതെന്താകുന്നു എന്ന് ചോദിക്കും. ദേവന്മാർ പറയുക കുഴപ്പമൊന്നുമില്ലെന്ന്, അല്ലയോ
പ്രാണികളോട് വളരെ ഉള്ളവരും അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരമായ കർമ്മങ്ങളെ കൂടി ചെയ്യുന്നവരാകയാൽ കീർത്തിശാലികളായ മഹാന്മാർ അങ്ങയെപ്പോലുള്ള പുണ്യപുരുഷന്മാർക്ക് ഉപേക്ഷിക്കാൻ എന്ത് സാധനം ഉപേക്ഷിക്കാനാണ് പ്രയാസം. അവരുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും മഹാത്മാവല്ലേ അങ്ങക്ക് അങ്ങയുടെ ശരീരം ഇനി എന്തിനാ തന്നേക്കാനാണ് പറയുന്നത്. നനു സ്വാർത്ഥപരോ ലോകോ ന വേദ പരസങ്കടം യതി വേദ ന യാചേത നേതി നാഹ യതീശ്വര. സ്വാർത്ഥപര സ്വകാര്യ സ്വന്തം സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം, സ്വാർത്ഥപരമെന്ന് മാത്രം മതി, എനിക്ക് വേറെ അർത്ഥമൊന്നും പറയാനില്ല. ലോകത്തിലുള്ള സാധാരണ മനുഷ്യരെ പരസങ്കടം, പരൻ എന്ന അന്യൻ, സങ്കടം എന്ന് പറഞ്ഞാൽ ദുഃഖം, അന്യൻ്റെ ദുഃഖം വേദ അറിയുന്നില്ല, തീർച്ചയാണ്. യതി വേദ എന്ന് പറഞ്ഞാൽ അറിവ്, അറിയുന്നുണ്ടെങ്കിൽ തന്നെ അത് യാചിക്കുക. യാചതേ, അറിയുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ യാചിക്കുകയില്ല. ഈശ്വര യതി വേദ, ഈശ്വരൻ അതറിയുന്നു, ഭഗവാനായിട്ടുള്ള സ്വാമി അറിയുന്നുവെങ്കിൽ ആഹ ഇല്ലെന്ന് പറയുകയുമില്ല. അതായത് ദുഃഖങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന ചോദ്യത്തിന് ഒരു മറുപടി പറയുക. നിങ്ങൾക്ക് മരണദുഃഖം അറിയില്ലേ എന്ന് ഞാൻ അങ്ങ് ചോദിച്ചല്ലോ, അതിൻ്റെ മറുപടിയായിട്ട് ദേവന്മാർ പറയുകയാണ്, തൻ്റെ സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ സാമാന്യമായ ജനം അന്യരുടെ സങ്കടം അറിയുന്നില്ല. സത്യമാണ് അങ്ങ് പറഞ്ഞത്. സ്വാർത്ഥപരമായിട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം, അതിന് മറ്റൊരാളെ കൊന്നിട്ടാണെങ്കിലും ഞങ്ങൾക്കത് സാധിക്കണം എന്നുള്ള ഇതുണ്ട്. അത് സാധാരണ ജനങ്ങൾക്ക്, സാമാന്യ ജനം മറ്റുള്ളവരുടെ സങ്കടങ്ങളെ അറിയുന്നില്ല. അറിയുമെങ്കിൽ യാചിക്കുകയുമില്ല. പക്ഷേ ദാനം ചെയ്യുവാൻ സമർത്ഥനായിരിക്കുന്ന ഒരു ജ്ഞാനി അന്യസങ്കടം അറിയുന്നുവെങ്കിൽ യാചകനോട് നിഷേധ രൂപത്തിൽ മറുപടി പറയുകയില്ല. അതൊരു കുടുക്കായി ആർക്ക്? ദധീചി മഹർഷിക്ക്. എന്ന് വെച്ചാൽ സാമാന്യമായിട്ടുള്ള ആൾക്കാരാ തരികയില്ല. അത് സത്യമാണ്, ശരിയാങ്ങ് പറഞ്ഞത്. പക്ഷേ വേറൊരാളുടെ സങ്കടത്തിൽ അവർക്ക് മനസ്സിലാകുന്നില്ലെന്ന് ഭാവിക്കും. പക്ഷെ അങ്ങനെയല്ലല്ലോ, സകല അറിവുമുള്ളവനല്ലേ. അങ്ങനെയുള്ളവരോട് യാചിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല, അങ്ങ് നല്ല അറിവുള്ളവനാണ്. അപ്പം നമ്മുടെ അന്യൻ്റെ സങ്കടം അറിയുന്നവനായതുകൊണ്ട് തന്നെ യാചിച്ച് വരുന്നവനോട് നിഷേധം ഇല്ല എന്ന് പറയുകയില്ലെന്ന് ഞങ്ങൾക്കറിയാമെന്ന് അപ്പോൾ കൊടുക്കേണ്ടി വരും. ഋഷിരുവാച ധർമ്മം അശ്രോതുകാമേന യൂയം മേ പ്രത്യുദാഹൃതാഃ യേശവ പ്രിയമാത്മാനം ത്യജന്തം സന്ത്യജാമി അഹം. ഉപേക്ഷിക്കാം, ത്യജിക്കാം. ധർമ്മം ശ്രോതുകാമേന പറയുകയാണ്, നിങ്ങളിൽ നിന്ന് ധർമ്മം ശ്രോതുകാമേന, ധർമ്മത്തെ കേൾക്കാൻ ആഗ്രഹത്തോടു കൂടിയിരിക്കുന്ന എന്നാൽ യൂയം നിങ്ങൾ പ്രത്യുദാഹൃത പ്രതിഷേധിക്കപ്പെട്ടവരായിട്ട് ഏഷഹ ഈ അഹം ഞാൻ പ്രിയം നിങ്ങൾക്ക് ഇഷ്ടവും ത്യജന്തം എന്നെ ഉപേക്ഷിക്കുന്നതുമായ ഈ ആത്മാനം ഈ ശരീരത്തെ ഞാൻ ഉപേക്ഷിക്കാം. അതായത് നിങ്ങൾ നിന്ന് ധർമ്മം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ആദ്യം എതിർത്ത് പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ പറ്റുകയില്ല എന്ന് നിരാകരിച്ച് പറഞ്ഞതല്ല, വേണ്ടാന്ന് ഞാനങ്ങ് നിഷേധാർത്ഥത്തിൽ പറഞ്ഞതല്ല, ഞാൻ തരികയില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ആരെങ്കിലും ചോദിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചതല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളതും അതുപോലെ അവസാനത്തിൽ എന്നെ ഉപേക്ഷിക്കുന്നതുമായ ഈ ശരീരത്തിൽ, കാരണം ഞാനെന്ന് പറയുന്ന ആത്മാവാണ്, ബ്രഹ്മമാണ്, അതിനെ ഈ ശരീരമാണ് ഇട്ട് കഴിയുമ്പം ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി കഴിയുമ്പോൾ ഈ ശരീരം വീണു പോകും. ആ ശരീരത്തെ എനിക്ക് തരുന്നതിനൊരു പ്രയാസവുമില്ല. നിങ്ങളുടെ പ്രീതിക്ക്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനത് ഉപേക്ഷിച്ചു തരാം. യോ ധ്രുവേണാത്മനാനാഥ ന ധർമ്മം ന യശഃ പുമാൻ ഈഹേത ഭൂതദയയാ ന സശോച്യ സ്ഥാവരൈരവി. യോ ധ്രുവേണാത്മനാനാഥ ന ധർമ്മം ന യശഃ പുമാൻ ഈഹേത ഭൂതദയയാ സശോച്യ സ്ഥാവരൈരവി. അല്ലയോ നാഥ, യാതൊരു പുരുഷനാണോ അധ്രുവേണ ഒരു തീർച്ചയുമില്ലാത്ത, അത് എന്നും നിലനിൽക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഈ ഈ ശരീരം കൊണ്ട് ഭൂതദേയ പ്രാണികളോടുള്ള ഈ ജന്തുക്കളോടുള്ള ജന്തുകാരുണ്യത്താൽ ധർമ്മത്തെയോ യശസ്സിനെയോ
ന ഈഹേത അതിന് സമ്പാദിക്കുന്നില്ലയോ. സഹ സഹ എന്താണ്? അവൻ. സാ അവൾ. സഹ അവൻ. സ്ഥാവരൈ അപി സ്ഥാവരങ്ങളാലും ശോച്യഹ ശോച്യപ്പെടുവാൻ യോഗ്യനാകുന്നു. അതായത് തീർച്ചയായിട്ടും ഇല്ലാതെ ആയിപ്പോകുന്ന ഈ ശരീരത്തെ കൊണ്ട് ജീവകാരുണ്യത്തോടു കൂടി യാതൊരു പുരുഷൻ ധർമ്മത്തെയോ പ്രശംസയെയോ, അതായത് കീർത്തി, ഞാൻ നല്ലവനാണ് എന്ന് പറയിക്കുന്ന സമ്പാദിക്കുന്നില്ലയോ, അവനെക്കുറിച്ച് ഈ സ്ഥാവരങ്ങൾ കൂടി വ്യസനിക്കും. നിങ്ങളാകട്ടെ ലോകരക്ഷകന്മാരോട് കൂടിയാകെ, നിങ്ങൾ ദേവന്മാർ ലോകരക്ഷകരും കൂടി ആയതുകൊണ്ട് നിങ്ങൾക്കായിട്ട് ഇതിനെ തരുന്നതിന് ഇരട്ടി ഫലമുണ്ടാകും, മഹാഫലവും സിദ്ധിക്കും. അതുകൊണ്ട് ഈ നമ്മളതിന് പറയത്തില്ലേ, വൃക്ഷങ്ങൾ എന്താ, അവരുടെ ഫലങ്ങൾ അവർ തന്നെ ഭക്ഷിക്കുകയല്ലല്ലോ, അവരത് മുഴുവൻ ദാനം ചെയ്യുക അല്ലേ. ആ ഫലം മുഴുവൻ ദാനം ചെയ്യുക. പ്രാണികളെ അനുഗ്രഹിക്കുന്നു. ഓരോ ജീവികൾക്കും ആ വൃക്ഷം ഫലത്തിന് കൊത്തി തിന്നാനായിട്ട് അനുവദിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ഈ പരോപകാരം ചെയ്യാത്ത മനുഷ്യർ വൃക്ഷാദികളെക്കാൾ താണ നിലയിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ശരീരം നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടെങ്കിൽ എടുത്തോ, ഈ ശരീരം കൊണ്ട് എടുത്തോളൂ എന്ന് പറയുക. ഏതാവാനവ്യയോ ധർമ്മഃ പുണ്യശ്ലോകൈരുപാസിതഃ യോ ഭൂതശോകഹർഷാഭ്യാം. അവിടെ നിർത്തുക. പിന്നെ മാവെട്ടി ആത്മാ, അവിടെ തൊട്ട് വേറെ അവസാന പാദം ആത്മാ ശോചതി ഹൃഷ്യതി എന്ന് വായിക്കണം. 4 പാദങ്ങളുള്ളതിൽ മൂന്നാമത്തെ പാദം യോ ഭൂത ശോകഹർഷാഭ്യാം എന്നാക്കുക. പിന്നെ ആത്മാ ശോചതി ഹൃഷ്യതി. പ്രാണികളുടെ ഭൂതശോകഹർഷാഭ്യാം, പ്രാണികളുടെ ശോകവും ഹർഷവും എല്ലാം ശോകഹർഷാദികളാൽ താന് ശോചതി ദുഃഖിക്കുന്നു, ഹൃഷ്യതി സന്തോഷിക്കുന്നു, പുണ്യശ്ലോകി പുണ്യമായ കീർത്തികളാൽ ഉപാസിക്കപ്പെട്ടവരായ യാതൊരു ധർമ്മമോ ഏതാവാനിവ ഇത് തന്നെ അവ്യയം അക്ഷയം. അവ്യയഃ അക്ഷയമാണ്. അതായത് അന്യരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും യാതൊരുവൻ സന്തപിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. മറ്റൊരാളിൻ്റെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും സന്തോഷത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നുവോ, അതുതന്നെയാകുന്നു നാശരഹിതമായ ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യരുടെ സന്താപത്തിൽ സന്തപിക്കുകയും ദുഃഖിക്കുകയും അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുകയും ചെയ്യുക. അതൊരു വളരെ നല്ലൊരു നമ്മൾ ടീച്ചിങ് ആണ് അല്ലേ. അന്യരുടെ സന്തോഷത്തിൽ സന്തോഷിക്കണം, അന്യരുടെ ദുഃഖത്തിൽ അതേപോലെ അവരെപ്പോലെ ദുഃഖിക്കണം. അത് സാധിക്കുക എന്ന് പറയുന്നത് ഒരു ധർമ്മമാണ്. അതാണ് ഒരു പരമമായ ധർമ്മം. അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചുമ്മാ സ്വയം വിലയിരുത്താനായിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ടിക്കിട്ടിട്ട് നമ്മൾ എങ്ങനെയുള്ള ആളാണെന്ന് കണ്ടുപിടിക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അതിനകത്തൊരു ചോദ്യമാകാം. മറ്റുള്ള ആളുകളുടെ സങ്കടത്തിൽ നിങ്ങൾ ദുഃഖിക്കാറുണ്ടോ? മറ്റുള്ള ആളുകളുടെ സന്തോഷത്തിൽ നിങ്ങൾ സന്തോഷിക്കാറുണ്ടോ? നല്ലൊരു ചോദ്യമല്ലേ. ചോദ്യത്തിനകത്ത് ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് അതിനകത്ത് മറുപടി എഴുതാം, ഞാനൊരു മനുഷ്യനാണ് എന്ന്, ധർമ്മപരമായി ഞാനൊരു മനുഷ്യനാണെന്ന്. അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ മനുഷ്യത്വമില്ലാതെ. അപ്പം വേറൊരാളിൻ്റെ ചെറിയൊരു ദുഃഖമോ ഒരു പതനമോ കാണുമ്പം അറിയാതെ സന്തോഷിക്കുന്ന മനുഷ്യരുണ്ട്. അവരിലൊരു കരുണയില്ലാതെ, ചിലപ്പോൾ അവർ ഭയങ്കര ശരിക്കും അർഹിക്കുന്നവരായിരിക്കും, പക്ഷേ നമ്മളൊരിക്കലും അതിനെ അസസ് ചെയ്യാൻ ആൾക്കാരല്ല അല്ലേ. അതൊന്നും ആലോചിച്ചോ. ഇതൊക്കെ ഈ നെഗറ്റീവുകൾ പറയുന്നവർക്കുള്ള ഒരു ഇതാണ്. നമുക്കൊരു സന്തോഷം വന്നാൽ നമ്മൾ സന്തോഷിക്കും, അത് സ്വാഭാവികം. അത് കണ്ട് വേറൊരാൾക്ക്, അതായത് നമ്മളോടുള്ള ശത്രുതയുള്ള ഒരാൾക്ക് സന്തോഷമല്ലായിരിക്കാൻ വരുന്നത്, അവർക്കൊരു ആകെ ഒരു അസ്വസ്ഥത, അതിനാണ് കുശുമ്പെന്ന് പറയുന്നത്. അത് പോട്ടെ, അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ, രഥപതനം ഉണ്ടാകുമ്പോൾ കുശുമ്പ് പോലെ വന്നാൽ പോട്ടെന്ന് വെക്കാം. സന്തോഷിക്കാറുണ്ടോ? നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലേ അങ്ങനെ സന്തോഷിക്കാൻ. ഒരാൾക്കൊരു വിഷമം വന്നാൽ മാനസികമായിട്ട് വെളിയിൽ ഇനി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും മനസ്സിലൊരു ചെറിയൊരു നീറ്റൽ കിടക്കുകയോ, അവർക്കത് വന്നല്ലോ, ഒരു ദുഃഖം, അത് എനിക്കും ആകാമല്ലോ എന്ന് ഓർക്കണം. അവിടെയാണ് നമ്മൾ ഈ ട്വിസ്റ്റ്, ആ ട്വിസ്റ്റ് അവിടെയാണ്. അവർക്ക് വന്നപ്പോൾ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഇത് പിറ്റേ ദിവസം വരാം. അത് ഓർക്കാമല്ലോ. പണ്ട് പറയല്ലേ, ഈ ശബരിമലയിൽ പോയപ്പോൾ പുലി പിടിച്ചു, അവിടെ സദ്യ നടത്തുക. അപ്പോൾ ഇപ്പുറത്ത് കൊച്ചുമാനിരുന്ന് പറയും, അപ്പുറത്തെ ആ അപ്പൂപ്പനെ മുത്തശ്ശനെ അവിടെ കൊണ്ടുപോയി അവിടെ ശബരിമലയിൽ ഞങ്ങളും പോകുന്നുണ്ട്,
ഞങ്ങളുടെ മുത്തശ്ശനും അടുത്ത വർഷം പോകും. അപ്പോൾ പുലി പിടിക്കും. ഞങ്ങൾക്കും ഇവിടെ സദ്യയൊക്കെ ഉണ്ടാകും. എന്താ അടിയന്തര സദ്യയെ അങ്ങനെ പറയുന്നൊരു കഥ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കൊച്ചിലെയൊക്കെ കേട്ടിരിക്കുന്ന കഥ. ഇവിടെയും പുലി വരും പിടിക്കുമെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതങ്ങ് ഓർത്താൽ മതി. അതങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം വേറൊരാൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്, ആ ദുഃഖം തന്നെ തിരിച്ച് ഇവിടെ വരാം. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ദുഃഖം ഉണ്ടാകും ഇല്ലേ? സന്തോഷിക്കുകയില്ല. അപ്പോൾ അവർ സന്തോഷിക്കും. അതാണ്. അതുകൊണ്ട് ഇത് രണ്ടിലും പെടാതിരിക്കുക. ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ഇതുപോലെ വേണം. എങ്ങനെയാണ്? അവനവൻ്റെ ദുഃഖത്തിൽ ഒരാളിൻ്റെ ദുഃഖത്തിൽ നമ്മളും കൂടെ പങ്കുചേരുക. അതാണ് അതിൻ്റെ ശരി. എത്ര ഇതായിക്കോട്ടെ നമ്മളങ്ങനെ ചെയ്തു നോക്കി നമുക്ക് മനസ്സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങാം സുഖമായിട്ട്. അവരുടെ ദുഃഖത്തിൽ നമ്മളൊന്ന് ദുഃഖിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല, കുഴപ്പമില്ല. സന്തോഷിക്കാൻ വരുമ്പോഴോ അപ്പോൾ സന്തോഷിക്കുകയും ചെയ്യണം. അവർക്കൊരു സന്തോഷം വരുമ്പം ഈ ആദ്യം പറഞ്ഞാൽ ചിലപ്പം നടക്കും. അവരുടെ കൂടെ കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കൂടെ കൂടി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ അവർക്കൊരു വലിയ സന്തോഷം വന്നാൽ, ഒരു സന്തോഷമുള്ള കാര്യം കേട്ടാൽ നമ്മൾ അത്രയ്ക്ക് വലിയ അവർക്കത് വന്നൊരു കുശുമ്പ് പിടിച്ചിങ്ങനെ ഇരിക്കുമല്ലാതെ അവരുടെ സന്തോഷത്തിൽ ആ സന്തോഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. എന്നാ ഫോൺ ചെയ്ത ഉടനെ ഒരു വിഷമം വന്നാൽ നമ്മൾ ഫോൺ ചെയ്ത് നമുക്ക് അടുത്തുള്ള അറിവുള്ളവരോടൊക്കെ പറയും, ഈ ആളിനെ നമ്മളെ അറിയാവുന്നതായത് ഇന്നടത്ത് ഇന്നാർക്ക് കേട്ടോ ഇന്ന ദുരിതമുണ്ടായി, അവർക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം വന്നോ, അല്ലെങ്കിൽ ഒരു മരണം വന്നോ, അങ്ങനെ പറയുമ്പോൾ നമ്മളത് വേഗം പ്രചരിപ്പിക്കാൻ നോക്കും. അവർക്കൊരു സന്തോഷം വന്നാൽ നമ്മളങ്ങനെ വിളിച്ച് പറയാറുണ്ടോ? അത്ര തിടുക്കപ്പെട്ടാൽ പിന്നെ പറയാം എപ്പോഴെങ്കിലും എന്നോർക്കും. മറ്റേതാണെങ്കിൽ ഉടനെ പറയും. അപ്പോൾ ഇതൊക്കെ ഞാനീ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ സാധാരണ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ വേറൊരാൾക്കൊരു സന്തോഷം വരുമ്പോഴും അവർക്ക് അവർക്കത് ഏതായാലും അങ്ങനെ ഒരു കാര്യം കിട്ടിയല്ലോ, ഈശ്വര അവർക്കൊരു അനുഗ്രഹം ഭഗവാൻ കൊടുത്തല്ലോ, നന്നായിരിക്കട്ടെ എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും മനസ്സുകൊണ്ട് ഓർക്കുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥതയില്ല. അതിനെപ്പറ്റി ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുക. അയ്യോ അവർക്കത് കിട്ടിയല്ലോ, അവർക്ക് നല്ലൊരു ഇത് വന്നല്ലോ, ഗതി വന്നല്ലോ എന്നോർത്ത് ചെറിയതായിട്ടൊരു വിഷമം മനസ്സിൽ ഒരു ആകെപ്പാടെ ഒരു അസ്വസ്ഥത അങ്ങനെ തോന്നരുത്. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അവരുടെ ധാർമ്മികമായല്ല അവർ ജീവിക്കുന്നതെന്ന്. അതുകൊണ്ട് അന്യരുടെ സന്തോഷങ്ങളിൽ യാതൊരുവൻ സങ്കടപ്പെടുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നുവോ അത് തന്നെയാകുന്നു നാശരഹിതമായ ധർമ്മം. ഈ ധർമ്മം അനുഷ്ഠിച്ചിട്ട് തന്നെയാണ് പുരാതന പുരുഷന്മാർ പുണ്യകീർത്തികളായി ഭവിച്ചത്. അങ്ങനെയുള്ളത് കൊണ്ടാണ് അവരൊക്കെ പുണ്യം ചെയ്തവരായിട്ട് തീർന്നത്. അഹോ ദൈന്യം അഹോ കഷ്ടം പാരക്കെ ക്ഷണഭംഗുരൈഹി എന്നോപകുര്യാത് അസ്വാർത്ഥൈഹി എന്നാക്കിക്കോ. ഒറുന്നുണ്ട് അവിടെ, അങ്ങനെ എഴുതിയാലും. പിന്നെ മർത്യ സ്വജ്ഞാതി വിഗ്രഹൈഹി, അവിടെ പിരിക്കാനൊന്നുമില്ല കേട്ടോ. എന്നോപകുര്യാത് യത് ഉപകുര്യാത് ന ഉപകുര്യാത്, അതെ യത് ന ഉപകുര്യാത് അസ്വാർത്ഥൈർ എന്നാണ് വാക്ക്. അതായത് പരോപകാരം ചെയ്യുന്നത് തന്നെ ക്ഷണത്തിൽ നശിക്കുന്നവയും തനിക്ക് പ്രയോജനമില്ലാത്തതായിട്ടുള്ള സ്വജ്ഞാതി വിഗ്രഹൈ, അതായത് സ്വജ്ഞാതികൾ, പുത്രാദികൾ, വിഗ്രഹങ്ങൾ, ശരീരങ്ങൾ ഇവയെ കൊണ്ട്, അതൊക്കെയാണ് സ്വത്ത് ജ്ഞാതികൾ എന്ന് പറയുന്നത്. സ്വജ്ഞാതി വിഗ്രഹൈ, തൻ്റെ സ്വത്ത്, പുത്രന്മാർ, ശരീരം, നമ്മുടെ അങ്ങനെ ബന്ധുക്കളൊക്കെ, ഇവയെ കൊണ്ട് മർത്യഹ മരണധർമ്മമുള്ളവൻ. മർത്യൻ എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുന്നവൻ. അതറിയാവോ? അപ്പോൾ ഈ വാക്കുകളൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നതല്ലേ. മർത്യൻ മനുഷ്യൻ്റെ ഒരു പര്യായ പേരാ മർത്യൻ. മൃത്യു ഉള്ളവൻ മർത്യൻ. അപ്പോൾ മർത്യൻ എവിടെ ജ്ഞാതികൾ ഉപകുര്യാത ഇതി, ഈ ഉപകാരം എന്നത് യാതൊന്നോ. അഹോ ദൈന്യം, അത് തന്നെ ദൈന്യ ജീവിതം. അഹോ കഷ്ടം, അത് തന്നെ നികൃഷ്ട ജീവിതം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റൊരാളിനൊരു ഉപകാരം ചെയ്യുന്നത് തന്നെ പരധർമ്മമെന്ന് സിദ്ധാന്തിച്ച ശേഷം അത് ചെയ്യാത്തവരെ ഈ ഋഷി നിന്ദിക്കുന്നു. ഈ ദധീചി മഹർഷി നിന്ദിക്കുന്നത് അതിനു വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തവരെക്കുറിച്ച് ദുഃഖിക്കുന്നു, അതവരെ നിന്ദിക്കുന്നു, അവരെ വിമർശിക്കുന്നു.
മരണാനന്തരം പട്ടി തിന്നുന്നോ പക്ഷി ഭക്ഷിച്ചു പോകുന്നോ ഈ ശരീരാദികളൊന്നും ഭൂമിയിൽ ഇരിക്കുന്നതല്ല. അങ്ങനെ ഉറപ്പായിട്ടും അതവിടെ സൂക്ഷിച്ച് വെക്കുന്നതല്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടതാണ് ഈ ശരീരം. എപ്പോഴെങ്കിലും മറ്റെന്തിനെങ്കിലും വേണ്ടി പുഴുവിനോ ചാരത്തിനോ അഗ്നിക്കോ കൊടുക്കേണ്ടതാണ് ശരീരം. അപ്പം ധനം, പുത്രന്മാർ എന്നിവ കൊണ്ട് ശരീരം എന്നിവ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാതിരിക്കുന്ന ഒരു മനുഷ്യൻ അവയെ കൊണ്ട് മറ്റെന്ത് ഉപയോഗമാണുള്ളത്? നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ശരീരം കൊണ്ട് ചെയ്യുക, ധനം കൊണ്ട് ചെയ്യാൻ പറ്റുന്നവൻ ധനം കൊണ്ട് ചെയ്യുക, നമ്മളുടെ പുത്രന്മാരെ ബന്ധുക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നത് അതും ചെയ്യുക. അതുകൊണ്ടല്ലോ ഒരു കാര്യം, അതും ഒരു പുണ്യമാണ്. അപ്പോൾ അതൊന്നും ചെയ്യാത്തവൻ സ്വന്തം സുഖാനുഭവം തന്നെ പ്രയോജനമെന്ന് പറയുന്നതിനാൽ സ്വന്തം ശരീരം പ്രാരബ്ധത്തിന് അധീനമായതുകൊണ്ട് ഈ ധനാദികൾ ഇല്ലെന്നിരിക്കലും ഈ ശരീരയാത്ര സാധിക്കുന്നതാണ്, അല്ലേ? ധനമില്ലെങ്കിലും ശരീരം കൊണ്ട് ചെയ്യാവുന്നതാണ്. അത് മാത്രവുമല്ല, അത് ക്ഷണം കൊണ്ട് നശിക്കുന്നവയാകുന്നു. അതുകൊണ്ട് ഈ ധനം, സ്വന്തം ദേഹം, ധനം, പുത്രന്മാരെ കൊണ്ട് പരോപകാരം ചെയ്യാതെ ജീവിക്കുന്നവൻ വളരെ ദൈന്യനാണ്. അവന് കഷ്ടവുമാണ്. ദൈന്യനാണ്, കഷ്ടവുമാണ്. അഹോ ദൈന്യം അഹോ കഷ്ടം. അതായിട്ട് ആദ്യം പറഞ്ഞിരിക്കുക. എങ്ങനെയുള്ളതാ? ഈ തുച്ഛമായ മനുഷ്യ ജീവിതത്തിൽ ഇച്ചിരി നാൾ കിട്ടുന്ന ആ സമയം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാതെ വെറുതെ വ്യർത്ഥമാക്കി പോകുന്ന ശരീരം, ധനം, ബന്ധുക്കൾ ഒക്കെ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാകുന്നു. ശ്രീശുക ഉവാച ഏവം കൃതവ്യവസിതോ ദധ്യങ്ങാധർവണസ്തനും പരേ ഭഗവതി ബ്രഹ്മണി ആത്മാനം സന്നയൻ ജഹൗ. പരേ ഭഗവതി ബ്രഹ്മണി, എന്നിട്ട് ആത്മാനം, പരേ ബ്രഹ്മണി, പരബ്രഹ്മത്തിൽ നിന്നാണ്. പരേ ബ്രഹ്മണി ആത്മാനം സന്നയൻ ജഹൗ. ഏവം കൃതവ്യവസിത, ഇങ്ങനെ തീർച്ചപ്പെടുത്തിയിട്ട് ആധർവണ ദധ്യങ്ങ, അഥർവണ വേദജ്ഞനായ അറിയാവുന്ന അഥർവ വേദത്തിൽ വളരെ പാണ്ഡിത്യമുള്ള ദധീചി ഭഗവതി, പരമ ഐശ്വര്യപൂർണനായ ബ്രഹ്മണി, പരബ്രഹ്മത്തിൽ മനസ്സിനെ, ആത്മാനം മനസ്സിനെ വേണ്ടതുപോലെ നിർത്തിയിട്ട് സന്നയൻ തൻ്റെ ശരീരത്തെ ജഹൗ ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിച്ച് കൊടുത്തു. അദ്ദേഹത്തിന് അത് ഉപേക്ഷിക്കാൻ വലിയ നേരമൊന്നും വേണ്ടില്ല. സ്വന്തം ആത്മഹത്യയല്ല, ആത്മാവിനെ വിട്ടു. ആത്മാവിനെ പുറത്തോട്ട് വിട്ട്, ജീവനെ പുറത്തോട്ട് വിട്ടിട്ട് ശരീരത്തിനെ അവിടെ ഉപേക്ഷിച്ചു. യഥാക്ഷാസു മനോബുദ്ധി, പിന്നെ വെട്ടിക്കളഞ്ഞിട്ട് തത്വദൃഗ്ധ്വസ്തബന്ധനഃ ആസ്ഥിത പരമം യോഗം ന ദേഹം ബുബുധേ ഗതം. യഥാക്ഷാസു മനോബുദ്ധി, യഥങ്ങളായ അക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, അസുക്കൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയോട് കൂടിയവനും. ഈ പ്രാണവായുക്കൾ, മനസ്സ്, ബുദ്ധി അങ്ങനെയാണ്. അതെല്ലാം ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാത്തിനോടും കൂടിയവനാണ്. സത്യത്തിൽ ദർശനത്തോടു കൂടി സത്യദർശനമുള്ളവനും ബന്ധനങ്ങളെ ധ്വംസിച്ചവൻ, കെട്ടഴിച്ചു വിട്ടവൻ, പരമം യോഗം, പരമമായ യോഗത്തെ ആശ്രയിച്ചവനുമായിട്ട് ആസ്ഥിത. ഗതം ദേഹം, ദേഹത്തെ വേറിട്ടതായ ശരീരത്തെ ബുബുധെ അറിഞ്ഞില്ല. ശരീരത്തെ ഉപേക്ഷിച്ച ആ രീതിയാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ, പ്രാണവായുക്കൾ, മനസ്സ്, ബുദ്ധി എന്നിവയെ ക്രമത്തിൽ തൻ്റെ വശത്താക്കിയിട്ട് ഓരോന്നിലേക്ക് ലയിപ്പിച്ച് പതുക്കെ നാശരഹിതമായ ആ പരമതത്വത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചു. ആ പരമതത്വത്തിലോട്ട് മനസ്സുറപ്പിച്ചിട്ട് ഈ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നായോട്ട് ലയിപ്പിച്ചു. അതുപോലെ ദുഃഖാദി അനുഭവത്തിന് കാരണമായ അവിദ്യയുടെ ബന്ധത്തെ അങ്ങ് ഛേദിച്ചു വിട്ടു. അറിവില്ലായ്മയെ അങ്ങ് ഛേദിച്ചു വിട്ടു. അപ്പോൾ മനസ്സിലായി, ശരീരം ഞാനല്ല, ആത്മാവ് മാത്രമേ ഞാനുള്ളൂ. അത് ഈ ശരീരത്തിന് എന്തെങ്കിലും വേണമെങ്കിലും എടുക്കട്ടെ എന്ന്. ദുഃഖം കൊണ്ടുള്ള അനുഭവത്തിന് കാരണമായ അവിദ്യയുടെ ബന്ധമങ്ങ് വേർപെടുത്തി. എന്നിട്ട് ദേഹ കൈവല്യമാണ്, അത് ദേഹമില്ലാത്ത ഭാവത്തിലോട്ട് ഈ ആത്മാവെത്തി. ദേഹബന്ധത്തിൽ നിന്ന് മുക്തനായി. ശരീരം വീണു പോയത് അതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞതേയില്ല. ശരീരത്തിന് ആവശ്യക്കാരൻ നിൽക്കുക അവിടെ. ആ ജഡത്തെ ഉപേക്ഷിച്ച് അനന്തസ്വരൂപനായിരിക്കുകയാണ്
ആനന്ദസ്വരൂപത്തിൽ ലയിച്ചു. അപ്പം ഇനി ആനന്ദസ്വരൂപനായിട്ടിരിക്കുക. ആനന്ദസ്വരൂപത്തിൽ ലയിക്കണമെങ്കിൽ ആനന്ദസ്വരൂപനെ പ്രാർത്ഥിക്കണം, അല്ലേ? ആനന്ദസ്വരൂപം നമുക്ക് കിട്ടണം. ആ രൂപം നമുക്ക് ആ ഭഗവാനിൽ ലയിക്കണമെങ്കിൽ, ഭഗവാന്റെ രൂപത്തിലോട്ട് ചേരണമെങ്കിൽ ഭഗവാനായി തീരണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ പറ്റുള്ളൂ. അങ്ങനെ ദധീജി അറിയിച്ചുകൊണ്ട് ഭഗവത് ആജ്ഞ ദേവന്മാർക്ക് മാത്രമല്ല ദധീജിക്കും അനുഗ്രഹത്തെ കിട്ടി. ദധീജിക്ക് ശരിക്കും ഒരു മുക്തി കിട്ടി. അധേന്ദ്രോ വജ്രമുദ്യമ്യ നിർമ്മിതം വിശ്വകർമ്മണ മുനെ സുക്തിഭിരുത്സിക്തോ ഭഗവത് തേജസാന്വിതഃ വൃതോ ദേവഗണൈ സർവൈർ ഗജേന്ദ്രോ പര്യശോഭത സ്തൂയമാനോ മുനിഗണൈഃ. പിന്നെ സ വെട്ടിയിട്ട് ത്രൈലോക്യം വർദ്ധയന്നിവ വൃത്രം അഭ്യദ്രവച്ഛേത്തും പിന്നെ അസുരാനീകയൂഥപൈഃ ഛേത്തും നാക്കിയിട്ട് പിന്നെ മാ വെട്ടിയിട്ട് അസുരാനീകയൂഥപൈഃ പര്യസ്തം ഓജസാ രാജൻ ക്രുദ്ധോ രുദ്ര ഇവ അന്തകം. വൃത്രം അഭ്യദ്രവത് ഛേത്തും. അതാണ് ഐരാവതത്തിൻ്റെ പുറത്ത് അതൊക്കെ പറയുന്നുണ്ട്. അസുരസൈന്യം. അധേന്ദ്രോ വജ്രമുദ്യമ്യ നിർമ്മിതം വിശ്വകർമ്മണ. അതുകൊണ്ട് ഈ ദധീജി മഹർഷി ആസ്തി എടുത്തുകൊണ്ട് പോയി. പെട്ടെന്ന് തന്നെ ദേവന്മാരെടുത്തുകൊണ്ട് പോയി. അത് ഇന്ദ്രന് കൊടുത്തു. ഇന്ദ്രൻ എന്ത് ചെയ്തു? മുനിയുടെ ശുക്തികൾ കൊണ്ട് വിശ്വകർമാവിനാൽ അസ്ഥികൾ കൊണ്ട് വിശ്വകർമാവ് നിർമ്മിച്ച ഈ വജ്രായുധത്തെ ഇന്ദ്രൻ ഉയർത്തിപ്പിടിച്ചു. നിർമ്മിക്കപ്പെട്ട വജ്രം എന്നാണ് പിന്നെ വാളിൻ്റെ പേര്, വജ്രായുധം. ഉദ്യമ്യ, അവസാനം വജ്രായുധം പ്രയോഗിച്ചെന്ന് പറയില്ലേ, ഉദ്യമ്യ ഉയർത്തിയിട്ട് ഉത്സിക്ത തൻ്റെ തേജസ്സോടുകൂടി ഭഗവത് തേജസ്സ അന്വിത ഭഗവാന്റെ തേജസ്സോടു കൂടിയവനായിട്ടും സർവൈ ദേവഗണൈ എല്ലാ ദേവസമൂഹങ്ങളാൽ വ്രത ചുറ്റപ്പെട്ടവനും മുനിഗണൈ മുനിസംഘങ്ങളാൽ സ്തുതിക്കപ്പെട്ടവനും ഈ 3 ലോകത്തിലും ത്രിലോകത്തെ വർദ്ധിപ്പിക്കുന്നവൻ എന്ന പോലെ ഗജേന്ദ്രോപരി. ഗജേന്ദ്രൻ ആരാണ്? ഇവിടുത്തെ പിന്നെ ദേവേന്ദ്രൻ്റെ ഗജേന്ദ്രൻ ഐരാവതം സർവൈർ ഗജേന്ദ്രോ പര്യശോഭത. എന്നിട്ട് ഗജേന്ദ്രൻ്റെ മുകളിൽ വളരെയധികമായിട്ട് ശോഭിച്ചതോടുകൂടി ഇരുന്നു. അസുരാനീക യൂഥപൈ അസുര സൈന്യാധിപന്മാരാലും ഓജസ്സിനാലും പര്യസ്തം ചുറ്റപ്പെട്ടിരിക്കുന്ന വൃത്രനെ പര്യസ്തം ഓജസ രാജന വൃത്ര അഭ്യദ്രവച്ഛേത്തും. സുരാനീക യൂഥപൈ ചുറ്റപ്പെട്ടിരിക്കുന്ന പര്യസ്തം വൃത്രനെ ക്രോധിച്ചിരിക്കുന്ന രുദ്രൻ അന്തകം അന്തകനെ എന്ന പോലെ ഛേത്തും അഭ്യദ്രവത്ത് അത് വൃത്രം ഛേത്തും എതിരിട്ട് ഛേദിക്കാനായിട്ട് എതിരിട്ട് ചെന്നു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിനകത്ത്. ആ യുദ്ധത്തിനുള്ള ആരംഭം തുടങ്ങി. തതസുരാണാമസുരൈ രണപരമദാരുണഃ ത്രേതാമുഖേ നർമ്മദായാം അഭവത് പ്രഥമേ യുഗേ. കാലത്തിനെ കുറിച്ച് പറയുക. പിന്നീട് അനന്തരം തതഃ സുരാണാം ദേവന്മാർക്ക് അസുരന്മാരോടുകൂടി പരമദാരുണമായ പ്രഥമേ യുഗേ ആ 1ാമത്തെ യുഗത്തിൽ ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിലെ പ്രഥമയുഗേ നർമ്മദയിൽ അഭവത് ഉണ്ടായി. ആ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഭയങ്കരമായ യുദ്ധം എവിടെയാണ്? നർമ്മദാ തീരത്തിൽ
ഉണ്ടായി. അതെന്നാണെന്നുള്ള കാലത്തിനെക്കുറിച്ചും കൂടെ പറയുന്നു. വൈവസ്വത മന്വന്തരത്തിലെ ഒന്നാമത്തെ ചതുർയുഗത്തിൽ ത്രേതായുഗത്തിൻ്റെ ആരംഭത്തിലാണ് ഈ നർമ്മദാ നദീതീരത്ത് ഈ യുദ്ധം ഉണ്ടായത്. രുദ്രൈർ വസുഭിരാദിത്യൈഹി, പിന്നെ വെട്ടിയിട്ട് അശ്വിഭ്യാം പിതൃവന്യഭിഹി മരുദ്ഭിർ ഋഭുഭി സാധ്യൈർ വിശ്വേ ദേവൈർ മരുത് പതിം. അതിവിടെ ഒരുപാട് വാക്കുകൾ പിരിക്കാനുണ്ട്, ശ്രദ്ധാപൂർവം പിരിച്ചെഴുതുക. രുദ്രൈർ വസുഭിർ ആദിത്യൈഹി, അവിടെ നിർത്തുക 8 അക്ഷരം. പിന്നെ വെട്ടിയിട്ട് അശ്വിഭ്യാം പിതൃവന്യഭിഹി, പിന്നെ മരുദ്ഭിർ ഋഭുഭി സാധ്യൈർ, അവിടെ നിർത്തുക 8-ാം അക്ഷരം. പിന്നെ വിശ്വേ ദേവൈർ മരുത്പതിം. മറ്റേതും കൂടെ പറഞ്ഞാൽ 2 കൂടെ ഒന്നിച്ച്, 2 3 കൂടെ ഒന്നിച്ച്. ദൃഷ്ട്വാ വജ്രധരം ശക്രം രോചമാനം സ്വയാശ്രിയ നാം ഋഷ്യൻ അസുരാരാജൻ. നാം ഋഷ്യത് അസുരാരാജൻ മൃധേ വൃത്ര പുരസ്സരാഹ. സ്വയാശ്രിയ, സ്വന്തം ശോഭ കൊണ്ട്, ശ്രീ കൊണ്ട്, സ്വന്തം ഐശ്വര്യം കൊണ്ട് രോചമാനം പ്രകാശിക്കുന്നവനും, വജ്രം ധരിച്ചിരിക്കുന്നവരും മരുത്തുക്കളുടെ പാലകനുമായ ശക്രം എന്ന് വെച്ചാൽ ഇന്ദ്രനെ, ശക്രം ഇന്ദ്രനെ, മൃധേ യുദ്ധത്തിൽ, ദൃഷ്ടുവ കണ്ടിട്ട്, വൃത്രപുരസ്സര വൃത്രമുഖ്യന്മാരായ അസുരന്മാർ, അമൃഷ്യൻ ഒട്ടും തന്നെ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ. നമുജീശംബരോ നർവാ ദിമൂർധ ഋഷഭോംബരഹ. ഋഷഭോ അംബരഹ ആണ്, ഋഷഭോംബരഹ എന്ന് വായിച്ചാൽ മതി. ഹയഗ്രീവ ശങ്കുശിര വിപ്രചിത്തിരയോ മുഖ പുലോമ വൃഷപർവാച പ്രഹേതിർഹേതിരുൽക്കലഹ ദൈതേയ ദാനവായക്ഷ രക്ഷാംസി ച സഹസ്രശഃ സുമാലിമാലി പ്രമുഖ കാർത്തസ്വരപരിച്ഛദാഃ പ്രതിഷിധ്യേന്ദ്രസേനാഗ്രം മൃത്യോരപിതുരാസദം അഭ്യർദയൻ അസംഭ്രാന്ത സിംഹനാദേന ദുർമദാഃ ഗദാഭിപരിഖൈർ ബാണൈഃ പ്രാസമുദ്ഗര തോമരൈഃ ശൂലൈ പരശ്വതൈ ഖഡ്ഗൈഃ ശതഘ്നീഭിർ ഭുശുണ്ഡിഭിഃ സർവതോ വാഗിരൻ ശസ്ത്രൈഃ അസ്ത്രൈശ്ച വിബുധർഷഭാൻ. ശസ്ത്രൈഹി എന്നാക്കിയിട്ട് വെട്ടിയിട്ട് അസ്ത്രൈശ്ച വിബുധർഷഭാൻ 23 വരെ ഒന്നിച്ച് 19 തൊട്ട്. നമുജി ശംബരോ നർവാ, യുദ്ധത്തിനെക്കുറിച്ചൊരു വർണ്ണനയാണ്. നമുജി ശംബരോ നർവാ ദ്വിമൂർധ ഋഷഭോംബരഹ ഹയഗ്രീവ ശങ്കുശിര വിപ്രചിത്തിരയോ മുഖ. പുലോമ വൃഷപർവാച പ്രഹേതിർഹേതുരുൽക്കലഹ ദൈതേയ ദാനവായക്ഷ രക്ഷാംസി ച സഹസ്രശഃ. ഈ കാർത്തസ്വര പരിഗ്രഹ അതതിൻ്റെ അവസാനം വരുന്നതാണേ. അഭ്യർദയൻ അസംഭ്രാന്ത സിംഹനാദേന ദുർമദാഃ ഗദാഭി പരിഖൈർബാണൈ പ്രാസമുദ്ഗരതോമരൈഃ ശൂലൈ പരശ്വതൈ ഖഡ്ഗൈ ശതഘ്നീഭിർ ഭുശുണ്ഡിഭിഃ സർവതോ വാക്കിരൻ ശസ്ത്രൈരസ്ത്രൈശ്ച വിബുധർഷഭാൻ. സ്വർണം കൊണ്ടൊക്കെ അലങ്കരിക്കപ്പെട്ടവർ മൃത്യോപി മൃത്യോ അഭി അന്തകനും കൂടി ദുരാസതം പ്രാപിക്കാൻ കഴിയാത്തതായ ഇന്ദ്രസേനാഗ്രം ഇന്ദ്രസേനാമുഖത്തെ പ്രതിഷിധ്യ ഭേദിച്ചിട്ട് അസംഭ്രാന്ത ഒരു ഭയവുമില്ലാതെ ദുർമത അടക്കാൻ കഴിയാത്ത മതത്തോടു കൂടിയവരുമായിട്ട് വിബുധർഷഭാൻ ദേവശ്രേഷ്ഠന്മാരെ ശസ്ത്രങ്ങൾ കൊണ്ടും അസ്ത്രങ്ങൾ കൊണ്ടും അവാകിരൻ വർഷിച്ചു, അവരുടെ നേരെ വർഷിച്ചു. അതിങ്ങനെ പറഞ്ഞു പോവുക. അത് ആ യുദ്ധത്തിൻ്റെ ഒരു വർണ്ണനയെന്നേ ഉള്ളൂ. നമുജി ശംബരൻ
അനർവാവ് ഉണ്ട്. നമുജി ശമ്പരോനർവ ദ്വിമൂർധ ഋഷഭോംബര. ആ വാക്കുകളൊക്കെ പഠിക്കണേ. നമുജി ശമ്പരൻ അനർവാവ്, ഒന്ന് ചാനർവ അനർവാവ്, ദ്വിമൂർധാവ് ഋഷഭൻ, അംബരൻ ഹയഗ്രീവൻ, ശംഖുശിരസ്, വിപ്രചിത്തി, അയോമുഖൻ, പുലോമാവ്, വൃഷപർവാവ്, പ്രഹേതി, ഹേതി, ഉത്കലൻ. ഇത്രയും പേര് ദിതിയുടെ പുത്രന്മാരാണ്. ഒന്നുകൂടെ പറയാമേ. നമുജി ശമ്പരൻ അനർവാവ്, ദ്വിമൂർധാവ് ഋഷഭൻ, അംബരൻ ഹയഗ്രീവൻ, ശംഖുശിരസ്, വിപ്രചിത്തി, അയോമുഖൻ, പുലോമാവ്, വൃഷപർവാവ്, പ്രഹേതി, ഹേതി, ഉത്കലൻ. 15 പേരാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഒന്നിച്ചങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ആ ദിതിപുത്രന്മാർ, അതുപോലെ ധനുപുത്രന്മാർ, യക്ഷന്മാർ, രക്ഷസുകൾ, സുമാലി മാലി മുതലായ അനേകായിരം പേര് ഇങ്ങനെയാണ് സ്വർണ്ണ ആഭരണങ്ങൾ കൊണ്ട് ശരീരങ്ങൾ അലങ്കരിച്ച് ഒരു ഭയവും കൂടാതെ അടക്കുവാൻ കഴിയാത്ത മതത്തോടു കൂടിയവരായിട്ട് അന്തകനോടുകൂടി കടക്കുവാൻ കഴിയാത്ത ഇന്ദ്രൻ്റെ സേനാമുഖത്തെ വളരെ നിസ്സാരമാക്കിക്കൊണ്ട് നേരിട്ട് പാഞ്ഞു ചെന്നിട്ട് ഗദ കൊണ്ടും പരിഖങ്ങൾ കൊണ്ട്, ബാണങ്ങൾ കൊണ്ട്, പ്രാസങ്ങൾ കൊണ്ട്, മുദ്ഗരങ്ങൾ കൊണ്ട്, തോമരങ്ങൾ, ശൂലങ്ങൾ, പരശ്വതങ്ങൾ, ഇതൊക്കെ ആയുധങ്ങളുടെ പേരാണ്. ഖഡ്ഗങ്ങൾ, ശതഘ്നികൾ, ഭുഷുണ്ടികൾ മുതലായ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ദേവാധിപന്മാരുടെ നേരെ ഈ അസുരന്മാരെ വർഷിച്ചു. വൃഷപർവാവ, പ്രഹേതി, ഉത്കലൻ അങ്ങനെ പറയുന്ന അവരങ്ങ് ഇതെല്ലാം, അതായത് പേര് മാത്രമേ ഇതിനകത്ത് പ്രാധാന്യമുള്ളെന്ന് ഞാൻ പറഞ്ഞത്. അത് വായിക്കാനായിട്ടുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വായിച്ചിട്ട് സുമാലി മാലി പ്രമുഖ കാർത്തസ്വര പരിച്ഛത. കാർത്തസ്വരൻ എന്ന് വെച്ചാൽ സ്വർണം കൊണ്ടുള്ള അലങ്കാരങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിലാണ്. ബാക്കിയെല്ലാം പേരുകളാണ്. നദേ ദൃശ്യന്ത സംഛന്ന ശരജാലൈ സമന്തതഃ പുംഖാനുപുംഖ പതിതൈർ ജോഷീം ശീവ നഭോഘനൈഃ. അതൊന്ന് പിരിക്കാനുണ്ട്. നദേ ദൃശ്യന്ത സംഛന്ന, അവിടെ നിർത്തി. ശരജാലൈ സമന്തതഃ. പിന്നെ പുംഖാൻ ഉപുംഖ പതിതൈ, പുംഖത്തോട് തൊട്ടിരിക്കുന്ന, പുംഖത്തോട് കൂടും വണ്ണം, അതായത് ഒന്ന് തുടർച്ചയായിട്ട് ചുറ്റിനും വന്നു വീഴുന്ന ശരങ്ങളാൽ മറയ്ക്കപ്പെട്ട ദേവന്മാർ. അതായത് പുംഖ ശരത്തിൻ്റെ മൂലപ്രദേശമാണ്. പുംഖാൻ ഉപുംഖ പതിത, പുംഖത്തോട് തൊട്ടിരിക്കുന്ന, പുംഖത്തോട് വണ്ണം. സമന്തത, 4 ഭാഗത്തു നിന്നും വന്നു വീഴുന്ന. ശരജാലൈ, ശരങ്ങളുടെ കൂട്ടത്തെ. സംഛന്ന, നന്നായി മറയ്ക്കപ്പെട്ട്. തേ, അവർ. നഭോഘനൈ, ആകാശത്തിലുള്ള മേഘങ്ങളാൽ. ഘനം മേഘം. ജ്യോതിംഷി, അതായത് സൂര്യചന്ദ്രപ്രഭകളെ എന്ന പോലെ. അദൃശ്യന്ത, കാണപ്പെട്ടില്ല. ഒന്നിനോടൊന്ന് തുടർച്ചയായിട്ട് വന്നു വീഴുന്ന ശരങ്ങളിങ്ങനെ വന്നുകൊണ്ട് മറയ്ക്കപ്പെട്ട ദേവന്മാർ ആകാശത്തിൽ മേഘപടലങ്ങൾ മറയ്ക്കപ്പെട്ട സൂര്യചന്ദ്രാദികളെ പോലെ കാണപ്പെട്ടില്ല. അവരെ കാണാനേ ഇല്ല, ദേവന്മാരെ കാണാനേ ഇല്ല. അത്രയ്ക്ക് വളരെ ശരവർഷമാണ് അവർ പെയ്യിച്ചത്. ഹരി ഓം.